എറണാകുളം വെണ്ണലയിൽ സ്ത്രീയുടെ മൃതദേഹം മകൻ ആരും അറിയാതെ കുഴിച്ചിട്ടു. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസ് കസ്റ്റഡിയിലാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇതെന്താണ് സംഭവം? അത് ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. സംശയമുണ്ടോ? അല്ല, ഞാൻ പറയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കണം. നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പറയാം. നല്ല മദ്യലഹരിയിലാണ് ഈ സമയത്ത്. നല്ല മദ്യലഹരിയിലാണ്. ഓക്കെ ഓക്കെ. സൗത്ത് സച്ചിനെ, നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേർന്നു. നിതിൻ, എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? അജിംസ്, നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ സംഭവം നടന്ന വെണ്ണലയിലെ വീട്ടിലാണുള്ളത്. ഇത് പോലീസ് നിലവിലിപ്പോൾ ACP രാജ്കുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 78 വയസ്സുകാരിയായ വെണ്ണല സ്വദേശി അല്ലിയെയാണ് മകൻ പ്രദീപ് ഈ വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ, അതായത് 4 മണിക്ക് ഈ പ്രദീപ് സമീപത്തെ വീടുകളിലൊക്കെ എത്തി പറഞ്ഞിരുന്നു, അമ്മ മരിച്ചു, കുഴിച്ചിടാൻ സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഇയാൾ സ്ഥിരം മദ്യപാനിയായതിനാൽ തന്നെ ഇവിടെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ബോധമില്ലാതെയാണ് ഇയാൾ സമീപത്തെ വീടുകളൊക്കെ ചെന്നത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തുള്ള വീടുകളാരും തന്നെ വീട്ടിലുള്ള ആളുകളാരും തന്നെ ഇത് വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ഇവിടുത്തെ നാട്ടുകാർ ചിലരാണ് പ്രദീപ് ഇങ്ങനെ കുഴിയെടുത്ത് അമ്മയെ കുഴിച്ചിടുന്ന കാഴ്ച കണ്ടത്. ഇതനുസരിച്ചാണ് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഇതിലാണ് ഇപ്പോൾ ഈ അല്ലിയുടെ മൃതദേഹം പോലീസ് പുറത്തെടുത്തിരിക്കുന്നത്. ഏതായാലും മകൻ പ്രദീപിനെ ഇപ്പോൾ ഇവിടെ നിന്ന് പോലീസ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ തന്നെ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വീടിനകത്ത് വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. പ്രദീപും ഒപ്പം തന്നെ ഒരു സഹോദരിയുമാണ് ഈ അല്ലിക്ക് ഉണ്ടായിരുന്നത്. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ സഹോദരിയെ പോലീസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുമായി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രദീപിൻ്റെ ഭാര്യ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രദീപുമായി വഴക്കിട്ട് ഇവിടെ നിന്ന് പിണങ്ങിപ്പോയത്. ഇയാൾ സ്ഥിരം മദ്യപാനിയായിരുന്നു. സ്ഥിരമായി വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു എന്നുമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. 2 മക്കളാണ് പ്രദീപിനുള്ളത്. ഏതായാലും ഇയാൾ ഇപ്പോഴും ബോധമില്ല, അല്ലെങ്കിൽ മദ്യപിച്ച് ലക്കുകെട്ട ഒരവസ്ഥയിലാണുള്ളത്. പോലീസിന് ഇയാളെ പൂർണ്ണമായി ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ACP രാജ്കുമാർ നമ്മളോട് പറഞ്ഞത്. കാരണം ഇയാൾ പൂർണ്ണമായൊരു ബോധാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. മദ്യപിച്ച് ഒരു ലക്കുകെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പൂർണ്ണ ബോധം വന്ന ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾക്ക് പോലീസിന് വ്യക്തത വരികയുള്ളൂ. ഒപ്പം തന്നെ നിലവിൽ ഈ ബോഡി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഈ പ്രദീപ് ടയർ അല്ലെങ്കിൽ ഈ പഞ്ചർ തൊഴിലാളിയായിരുന്നു. സ്ഥിരമായി കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. വെണ്ണല സ്വദേശി തന്നെയാണ്. അപ്പോൾ ഇയാൾ സ്ഥിരമായി ഇങ്ങനെ മദ്യപിച്ച് വന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറായിരുന്നു. സമീപവാസികൾക്കുമായി പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പോലീസ് അല്ലെങ്കിൽ കൃത്യമായൊരു വിവരം മരിച്ച ശേഷമാണോ കുഴിച്ചിട്ട് നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. നിലവിൽ എന്തായാലും പ്രദീപ് പറഞ്ഞതനുസരിച്ച് അമ്മ മരിച്ചു. 88 വയസ്സുള്ള സ്ത്രീയാണ്, അല്ലി എന്ന സ്ത്രീയാണ് മകൻ പ്രദീപ് മരിച്ച ഉടൻ തന്നെ കുഴിച്ചിട്ടത്. ആരെയും അറിയിക്കാതെയായിരുന്നു കുഴിച്ചിട്ടത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം.